ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു മേക്കപ്പ് ലുക്കിനൊക്കെ നല്ലതായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് വന്നിട്ടുള്ള ഈ ഒരു കൺസീലറാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞ് പാക്കിങ്ങിലാണ് അത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസീലർ വരുന്നത്. ഇത് ഷെയ്ഡ് വരുന്നത് ന്യൂഡാണ്. അപ്പോൾ ഇത് കർസ് ആൻഡ് ലാഷസിൻ്റെ കൺസീലറാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഹൈഡ് ചെയ്യാനായിട്ട് കുറച്ച് ബ്രൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ബ്ലെൻഡ് ആവാനൊക്കെ നല്ല അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അടിപൊളിയാണ് കേട്ടോ. സ്മോൾ എമൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡോട്ടായിട്ട് അപ്ലൈ കൊടുത്താൽ മതി. ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഡിഫറൻസ് കാണാമല്ലോ, ആ ഒരു ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ആയത് നല്ല ഡിഫറൻസ് വന്നില്ലേ. ആ ഒരു ജസ്റ്റ് ആ ഡാർക്ക് സർക്കിളൊക്കെ കുറച്ച് മാറിച്ച് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ലേ. അപ്പം നല്ലൊരു കൺസീലറാണ്. ആ ഒരു യൂസിനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ മീഷോയുള്ള മിന്ത്രയിൽ നിന്നാണ് കേട്ടോ. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് ഞാനൊരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് ലാക്മിയുടെ കോമ്പാക്ട് പൗഡറാണ്. ഇത് സൺസ്ക്രീൻ കോമ്പാക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഒരു സൺ പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ നല്ലതാണിത്. ആക്ച്വലി എനിക്ക് പേഴ്സണലി നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഈ സാധാ നോർമൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നതിലും ഇത് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഞാൻ നല്ല ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് എനിക്ക് നല്ല ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മേക്കപ്പ് ആയാലും എല്ലാം സ്കിൻ നല്ലപോലെ കുറേ നേരം ഫ്രഷ് ആയിട്ട് ഇരിക്കും. അപ്പം അതിനൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ജസ്റ്റ് ഒരു ഫങ്ഷന് പോകാനാണെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മേക്കപ്പിനെ നിർത്തും. പിന്നെ ഇത് നല്ല ഫ്രഷനായിട്ടാണ് നമ്മുടെ ഫേസ് ഇരിക്കുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് സ്പോഞ്ച് വെച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിലുള്ള ആ ഡൾനെസ്സും ആ ഒരു ഓയിൽനെസ് ഒക്കെ മാറ്റാനൊക്കെ നല്ലതാണ് ഈ ഒരു കോമ്പാക്ട് പൗഡർ. നമുക്ക് സൺ പ്രൊട്ടക്ഷനും കിട്ടുന്നതുകൊണ്ട് നല്ല അടിപൊളിയാണ്. സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിലും ഇത് യൂസ് ചെയ്യാം, നല്ലതായിരിക്കും. ഞാൻ എൻ്റെ ഹാഫ് ഫേസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുമായിരിക്കും. ബ്രൈറ്റൻ ആക്കുകയും ചെയ്യും, അതുപോലെ നല്ല പ്രൊട്ടക്ഷനും തരുന്നതാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒരു ഫങ്ഷൻ യൂസിനായാലും ഇത് അടിപൊളിയാണ് കേട്ടോ. ജസ്റ്റ് ഇത് മാത്രം ഇട്ടാൽ നല്ലൊരു ലുക്ക് തോന്നിക്കും. നെക്സ്റ്റ് ഞാൻ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് ഹിലറി റോഡയുടെ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊക്ക ക്രഷ് എന്നാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. നല്ല ഷെയ്ഡാണ് കേട്ടോ. ജസ്റ്റ് ലൈറ്റായിട്ട് ഇടാനാണെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡും കിട്ടും, അല്ലാതെ തോനെയായിട്ട് ഇടണമെങ്കിൽ ഇടാൻ പറ്റും. ഇട്ടേക്കുന്നതും ഈ ഒരു ഷെയ്ഡാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് പോലൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണിത്. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നമുക്ക് നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് നോക്കാം കേട്ടോ. ഇത് കളർ എസൻസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ചില റെഡ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. ഇട്ട് കാണിക്കാം. ഷെയ്ഡ് ഇതാണ് കേട്ടോ, ചെറി പൈ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഫിക്സറാണ് കേട്ടോ. മേക്കപ്പ് ഫിക്സറാണ്. സ്പ്രേ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ മേക്കപ്പ് ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യിപ്പിക്കാൻ നല്ലൊരു ഫിക്സറാണ് കേട്ടോ ഇത്. സ്വിസ് ബ്യൂട്ടിയുടെയാണ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുള്ള മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതാണ്.
ഇത് ഗാർണിയറിൻ്റെ ക്ലെൻസറാണ് കേട്ടോ. മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ, ഐലൈനർ ആയിക്കോട്ടെ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ എല്ലാ മേക്കപ്പും ഇത് വെച്ച് റിമൂവ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഞാനിതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ, എങ്ങനെ പോകുന്നുണ്ടോ എന്നൊക്കെ. മേളിൽ ഇങ്ങനെ ഒരു റെസിഡ്യൂ വരുന്നുണ്ടോ, ഒരു യെല്ലോ കളറിൽ. പക്ഷെ കുറച്ച് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് അതില്ലേ നല്ല രീതിയിൽ പോകും. മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് റിവ്യൂസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ, സീ യു.